ആണോ? ഇത് ഫുള്ള് കാടല്ല, ഇനി അങ്ങോട്ട് കാടിന്റെ അപ്പുറത്തേക്ക് പോകണം. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് കാടിന്റെ അകത്തുള്ളൊരു ക്ഷേത്രമാണ്. കാട് എന്ന് പറഞ്ഞാൽ 4 വശവും കാട്, ആ കാടിന് നടുക്കുള്ളൊരു ക്ഷേത്രം. നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കൊക്കെ ലൊക്കേഷനായ സ്ഥലം. അങ്ങനെ പ്രത്യേകത ഒരുപാടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു ക്ഷേത്രമാണ്, കണ്ടമ്പുലി ക്ഷേത്രം എന്ന് പറയും. ഈ ക്ഷേത്രം ഉള്ളത് വയനാട് ജില്ലയിലാണ്. എന്നാൽ വയനാട് ജില്ലയിൽ ഉള്ളവർ തന്നെ ഭൂരിഭാഗം പേര് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല, കണ്ടും കാണില്ല. അങ്ങനെ കാടിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നാഷണൽ ഹൈവേ 760 യാത്ര. എത്ര യാത്ര ചെയ്താലും മതി വരാത്ത NH ആണ്. ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്ക് അറിയാം കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വന്യമൃഗം കണ്ടുള്ള ഈ ഒരു യാത്ര. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സ്ഥലം. മെയിൻ റോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചെറിയൊരു കട്ടിങ് ആണ്. കട്ടിങ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലിട്ട് ഒരു കള്ളുഷാപ്പ് കാണാം, അതാണ് അടയാളം. പിന്നെയും കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബോർഡ് കാണാം, കുണ്ടാനംകുന്ന് കണ്ടമ്പുലി ക്ഷേത്രമെന്ന്. ഗൂഗിൾ മാപ്പ് നോക്കിയും വരാം കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കി സെർച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. പിന്നെ അത് നോക്കി ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട വഴിയാണേ. മഴക്കാലം അല്ലാത്തതുകൊണ്ട് പ്രശ്നമല്ല. ഇതൊരു കവുങ്ങുംതോട്ടാണ്. കവുങ്ങുംതോട്ടത്തിലുള്ള ഒരു വഴിയാണേ. അങ്ങനെ കവുങ്ങുംതോട്ടത്തിൽ കുറച്ചുകൂടി ദൂരം പോയി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു ഫോറസ്റ്റ് കാണാം. പിന്നെ ആ ഫോറസ്റ്റിലേക്ക് വേണം കയറാൻ. ഇവിടം വരെ വഴിയുള്ളൂ. ഇവിടുന്ന് വഴി അവസാനിക്കുകയാണ്. അപ്പോൾ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. ഇവിടുന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് ഇറങ്ങി നടക്കണം. നമുക്കിവിടെ താഴെ വാഹനം പാർക്ക് ചെയ്യണം. വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചെറിയൊരു പാലമുണ്ട്. ഈ പാലം കടന്നു വേണം അപ്പുറത്തേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതുണ്ട് ഒരു കാടാണ്. ആ കാടിൻ്റെ ഉള്ളിലുള്ള ക്ഷേത്രത്തിന്റെ ഭാഗം ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയാ നോക്കി. ഇതിന്റെ ചുറ്റും കാടും ആ കാടിന്റെ സൈഡിലായിട്ട് അമ്പലത്തിന്റെ ഓരോ ക്ഷേത്രങ്ങളുടെയൊക്കെ ഗോപുരം പോലെയൊക്കെ നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ നമുക്കിനി ഇതിലൂടെ നമുക്ക് ചെന്ന് നോക്കാം. ഈ പാലം കടന്നോളാം ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എത്താം. ഇത് കണ്ട്, ഇത് ഫുള്ള് ചുറ്റും കാടാണ്, 4 സൈഡും കാടാണ്. എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ച് നേരത്തേക്ക് എത്തുവാണെങ്കിൽ ഏതെങ്കിലും വന്യമൃഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് എത്തുവാണെങ്കിൽ ഇവിടെ എന്താണ് ആനയോ മാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടുന്ന് ആരും ഇല്ല. ഒരു ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അമ്പലത്തിന് നടയെല്ലാം അടച്ചുപോയി. എന്നാൽ നമുക്ക് ഈ അമ്പലം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫുള്ള് ഫോറസ്റ്റ് ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൊത്തം ഫോറസ്റ്റ് ഏരിയ ആണ്. എന്നാൽ നമുക്ക് ഈ അമ്പലത്തിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഈ ക്ഷേത്രത്തിൽ മൊത്തം 4 പ്രതിഷ്ഠയാണ്. ഒന്നാമതായി തന്നെ കണ്ടമ്പുലി ദേവിയാണ്. അതിനുശേഷം കാളിമാല, അതിരാളൻ, പനംകുന്നൻ എന്നിവരാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. വയനാട് ജില്ലയിൽ ഇതുപോലെ സംരക്ഷിച്ചു പോരുന്ന കാടിനുള്ള ക്ഷേത്രങ്ങളൊക്കെ അപൂർവമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം. പണ്ടുകാലത്തൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചരിത്രമൊന്നും ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലൊക്കെ പിന്നീടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പത്തെ കാലത്തൊക്കെ വെറും കല്ലിലുള്ള പ്രതിഷ്ഠയൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊന്നും ഇതിന്റെ ചരിത്രം വ്യക്തമായിട്ടൊന്നും ലഭ്യമല്ല. എന്നിരുന്നാലും എല്ലാ ശനിയാഴ്ച ദിവസമാണ് ഇവിടെ മെയിൻ പൂജ നടക്കാറുള്ളത്. അതുപോലെ തന്നെ മാർച്ച് മാസം 18-ാം തീയതി, ഇംഗ്ലീഷ് മാസം മാർച്ച് 18, മലയാള മാസം മീനമാസം 4-ലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കാറുള്ളത്. ആ സമയത്തെല്ലാം നാനാഭാഗത്തുനിന്ന് ആളുകളെല്ലാം കൂടി ഇവിടെ ഒത്തുകൂടാറ് ഒരു പതിവുണ്ട്. ഒരുപാട് സ്ഥലത്ത് ആൾക്കാരെല്ലാം ഒത്തുകൂടി വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടത്തി വരാറുള്ളത്. വനത്തിന് നടുവിലുള്ള ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ വനദേവങ്ങളാണ്. അത് മാത്രമല്ല ഈ ഒരു സ്ഥലം മൊത്തം നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കും ഒക്കെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. ഇത്രയും ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരമൊക്കെ നിരവധി സീരിയലുകളും സിനിമകളൊക്കെ ഒന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വയനാടൻ ചെട്ട് സമുദായത്തിൽപ്പെട്ട ഓടവയൽ കുടുംബത്തിന്റെ പുരാതന കുടുംബക്ഷേത്രമാണിത്. ശനിയാഴ്ച ദിവസങ്ങൾക്ക് പുറമെ വിഷു, ഓണം എന്നീ ദിവസങ്ങളിൽ ഇവിടുത്തെ നട തുറക്കാറുണ്ട്. ആ സമയങ്ങളൊക്കെ നിങ്ങൾക്കൂടെ വരുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നടയും തുറക്കും, വന്യമൃഗങ്ങളെയും കാണാൻ സാധിക്കും. നമുക്കിവിടെ പ്രദേശവാസി ഒരു ചേച്ചിയുണ്ട്. അപ്പൊ നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ. ഈ ക്ഷേത്രം എപ്പോഴും നട തുറക്കുന്നത് എപ്പോഴാണ്? ഇത് മീനം 4-ലാണ്. മീനം 4 ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും പൂജയൊന്നുമില്ല? ഉണ്ട്, എല്ലാ ദിവസവും പൂജയുണ്ട്. ഡെയിലി പൂജയുണ്ട്, നിത്യപൂജയുണ്ട്. 1-ാം തീയതിക്കൊക്കെ പൂജ ഇവിടെ നിയമമുണ്ട്. ചെട്ടിമാരല്ലേ, അത് കാരണം അവർക്ക് പിന്നെ 1-ാം തീയതിക്ക് അവർക്ക് പൂജ ഉണ്ട് ഇവിടെ. പിന്നെ പിള്ളേർക്ക് ചോറ് വെക്കണ അതില് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളക്ക് വെക്കുന്നല്ലേ? എല്ലാ ദിവസവും വന്ന് വിളക്ക് വെക്കും ഇവിടെ?
എല്ലാ ദിവസവും വന്നു വൈകുന്നേരം മുളക്കും. കിളക്കും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുമോ? ദൂരെയാണ്. ഞങ്ങൾക്ക് ഈ കുന്നും കയറി അപ്പുറത്തേക്ക് പോകണം. ആണോ? ഇത് ഫുള്ള് കാടല്ല, ഇനി അങ്ങോട്ട് കാടിന്റെ അപ്പുറത്തേക്ക് പോകണം. കാടിന്റെ അപ്പുറത്തേക്ക് പോകണം. ഇതൊരു മുളങ്കാടാണ്. ഈ ഒരു മുളങ്കാടിന്റെ നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിരവധി സിനിമയും സീരിയലൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഇങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ മൊത്തത്തിൽ വ്യൂ കാണുന്നത്. എന്റെ ബേക്കിലായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ, കുറെ മുളക്കൂട്ടം കാണാം കേട്ടോ. ഈ മുളങ്കൂട്ടത്തിന്റെ ബേക്കിലൊക്കെ ആയിട്ട് ആനയോ മാനോ ഏതെങ്കിലും വന്യമൃഗമൊക്കെ സാധാരണ വന്ന് ഇരിക്കാറൊക്കെ ഉണ്ട്. അതിപ്പോ അല്ല, രാവിലെ വൈകുന്നേരത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എത്രയും വേഗം വരാം. ബൈ.